BB7 ലൈവിൽ ഇപ്പോൾ സെക്കൻഡ് ക്യാപ്റ്റന് വേണ്ടിയുള്ള ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടക്കുന്നത്. രാവിലെ എല്ലാവരും തീരുമാനിച്ചതുപോലെ അഭിലാഷും ഷാനവാസും ബിന്നിയുമാണ് ഈ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി മത്സരിക്കുന്നത്. പാവക്കൂത്ത് എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ് ഇവർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. ആ പ്ലാറ്റ്ഫോമിൽ 3 പേരുടെയും കണ്ണ് കെട്ടിയതിനു ശേഷം കയറി നിൽക്കണം. ഇവരുടെ തലയ്ക്ക് മുകളിലായി 3 പേരുടെയും പടങ്ങൾ ഒട്ടിച്ചിട്ടുള്ള പാവകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. ബിഗ് ബോസ് പറയുമ്പോൾ ക്യാപ്റ്റൻ ഈ പ്ലാറ്റ്ഫോം കറക്കണം. ബസർ അടിച്ചതിന് ശേഷം ഈ 3 പേരും പാവകൾ തല്ലി താഴെയിടണം. ആദ്യം ആരുടെ മുഖമുള്ള പാവയാണോ താഴെ വീഴുന്നത് ആ വ്യക്തിയായിരിക്കും സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റൻ. എന്നാൽ ഫസ്റ്റ് റൗണ്ടിൽ അനീഷിന് പ്ലാറ്റ്ഫോം കറക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ഫാമിലിയിൽ എല്ലാവരും കൂടി ഒനീലിനെ സെലക്ട് ചെയ്യും. പിന്നീട് ഒനീലാണ് ഈ പ്ലാറ്റ്ഫോം കറക്കുന്നത്. 3 പേരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ ടാസ്കിൽ കഴിവിനോടൊപ്പം തന്നെ ലക്കും കൂടി ആവശ്യമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ആര് ആദ്യം പാവ തല്ലി താഴെ ഇടുന്നു എന്നതിലല്ല, ആരുടെ മുഖമുള്ള പാവയാണ് ആദ്യം താഴെ വീഴുന്നത് ആ വ്യക്തിയായിരിക്കും ക്യാപ്റ്റൻ. എന്തായാലും ഈ തവണ ലെക്ക് കൂടെ ഉണ്ടായിരുന്നത് ഷാനവാസിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ പാവയാണ് ആദ്യം വീണത്. രണ്ടാമത് അഭിലാഷിൻ്റെയും. ആദ്യം വീണത് ഷാനവാസിൻ്റെ പാവയായതുകൊണ്ട് തന്നെ സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റൻ ഷാനവാസ് ആയിരിക്കും. ബിന്നിക്കാവട്ടെ പാവയൊന്നും അടിച്ച് നിലത്തിടാൻ പോലും സാധിച്ചില്ല.